ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. R റേഡിയസ് ഉള്ള M മാസ് ഉള്ള ഒരു റിംഗ്, ഒരു തിൻ റിംഗ്, അതിന്റെ റേഡിയസ് R ആണ്, മാസ് M ആണ്. അങ്ങനെ ഒരു റിംഗ് എടുക്കുകയാണെങ്കിൽ അതിന്റെ സെൻട്രൽ നിന്നും L ഡിസ്റ്റൻസ് അകലെ ഒരു P എന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്ര? അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതാണ് ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡെറിവേഷൻ. നമുക്ക് നോക്കാം. ഇത് റിംഗ് ആണ്, ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്, ഇതിന്റെ മാസ് M ആണ്. സെൻട്രലിൽ നിന്നും L എന്ന അകലെ ഒരു P എന്ന പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റിൽ ഒരു സ്മോൾ m മാസ് പ്ലേസ് ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിംഗിന്റെ മാസ് ക്യാപിറ്റൽ എമ്മും ഈ പിയിൽ വെക്കുന്ന പോയിന്റിൽ വെക്കുന്ന മാസ് സ്മോൾ എം ആണ്. റിംഗിന്റെ റേഡിയസ് R ആണ്. ഇത്രയും കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. റിംഗിന്റെ സെൻട്രലിൽ നിന്നും P എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് L ആണ്. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു dm മാസ് എടുക്കുക. ആ dm മാസ് കൊണ്ട് ഈ P എന്ന പോയിന്റിൽ dF എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഈ dF ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. റേഡിയലി ഓപ്പോസിറ്റ് ആയ ഒരു പോയിന്റിൽ ഒരു dm മാസ് എടുക്കുക. ആ dm മാസ് കൊണ്ടും ഒരു dF ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സും ഈ ഒരു ലൈനും ആക്സിസും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. ഈ ഒരു പോയിന്റും ഈ ഒരു ലൈനും ആക്സിസും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, അക്കോർഡിംഗ് ടു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഫോഴ്സ് എക്സർട്ടഡ് ബിറ്റ്വീൻ ടു മാസസ് ഈസ് Gm1 m2 by R square. അങ്ങനെയെങ്കിൽ ഈ dF എന്ന സ്മോൾ ഫോഴ്സ്, dF ഈക്വൽ ടു G ഇൻറ്റു സ്മോൾ dm ഇൻറ്റു G ഇൻറ്റു dm ഇൻറ്റു സ്മോൾ m ബൈ R സ്ക്വയർ. കാരണം ഇത് R ആണ് ഈ ഡിസ്റ്റൻസ്, ഇത് ക്യാപിറ്റൽ R, ഇത് L. അങ്ങനെയെങ്കിൽ dF ഈക്വൽ G dmm ബൈ R സ്ക്വയർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ dF ഫോഴ്സിനെ രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റുക. വെർട്ടിക്കൽ കമ്പോണന്റും ഹൊറിസോണ്ടൽ കമ്പോണന്റും. ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് dF cos θ, വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് dF sin θ. ഇത് dF cos θ, ഇത് dF sin θ. ഈ dF cos θ ഈ dFന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും dF sin θ വെർട്ടിക്കൽ കമ്പോണന്റുമാണ്. സോ നമുക്ക് മറ്റൊരു വെർട്ടിക്കൽ കമ്പോണന്റ് ഏതാ? dF sin θ. ഈ dFന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് dF sin θ. സോ ഈ വെർട്ടിക്കൽ കമ്പോണന്റ് വാല്യൂ ഈക്വലും ഈ ഫോഴ്സ് ഈക്വലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയതുകൊണ്ട് അതെന്ത് ചെയ്യും? ക്യാൻസൽ ഔട്ട് ആയി പോകും. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതിന്റെ x കമ്പോണന്റ് ഒരേ ഡയറക്ഷനിൽ ആയതുകൊണ്ട് ഫോഴ്സ് ആഡ് ചെയ്യപ്പെടും. ഇത് ഈ dmഉം അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഈ dm കൊണ്ടുണ്ടാവുന്ന എഫക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ dm എടുത്തു കഴിഞ്ഞാലും അതിന്റെ റേഡിയലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു dm കൊണ്ട് ഈ സെയിം എഫക്റ്റ് ഉണ്ടാവുകയും ഓൺലി x ഡയറക്ഷനിൽ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ x ഡയറക്ഷനിൽ ഉണ്ടാവുന്ന അല്ലെ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഫോഴ്സ് dF cos θ ആയിരിക്കും. ഈ dF cos θ ഓരോ dmന്റെയും dF cos θ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ് ഫോഴ്സ് കിട്ടും. സോ F net എന്ന് പറയുന്നത് ഈ dF cos θയുടെ ഓരോ dF cos θയുടെയും അഡീഷൻ ആണ്. അത് നമുക്ക് ഇങ്ങനെ മാനുവലി ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് ഉപയോഗിക്കുന്ന മെത്തഡാണ് ഇന്റഗ്രേഷൻ.
സോ സർക്കുലാർ ഇന്റഗ്രേഷൻ, ഈ ഒരു മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്യുക, സർക്കുലാർ ഇന്റഗ്രേഷൻ ഡി എഫ് കോസ് തീറ്റ. ഇവിടുന്ന് മുതൽ ഇങ്ങനെ ഓരോ ഡി എം മാസിന്റെയും ഡി എഫ് കോസ് തീറ്റ നമ്മൾ ആഡ് ചെയ്യാണ്. ഇവിടുന്ന് ഇങ്ങനെ, അതാണ് സർക്കുലാർ ഇന്റഗ്രേഷൻ. ഇങ്ങനെ തുടങ്ങി ഇവിടം വരെ അവസാനിക്കാൻ ഡി എഫ് കോസ് തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കും. നമുക്കറിയാം ഡി എഫ് എന്ന് പറയുന്നത് ജി ഡി എം എം ബൈ ആർ സ്ക്വയർ ആണ്. സോ സർക്കുലാർ ഇന്റഗ്രേഷൻ ഡി എഫ് എന്ന് പറയുന്നത് ജി ഡി എം സ്മോൾ എം ബൈ ആർ സ്ക്വയർ കോസ് തീറ്റ. ജി ഡി എം എം ബൈ ആർ സ്ക്വയർ കോസ് തീറ്റ. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത സെഷനിലേക്ക്, അടുത്ത പാർട്ടിലേക്ക് പോവാം. ഇവിടം വരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടിയും പറയാം. ഇത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ഫോഴ്സ് കാണാൻ, രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാനുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പോയിന്റിലുള്ള മാസ് കണക്കാക്കുന്നു. ഈ പോയിന്റിലുള്ള മാസ് കണക്കാക്കുമ്പോൾ ആ പോയിന്റിലുള്ള മാസ് സ്മോൾ എമ്മും ഇവിടെയുള്ള മാസ് ഡി എമ്മും ആണെങ്കിൽ ജി ഡി എം എം ബൈ ഡിസ്റ്റൻസ് ആർ സ്ക്വയർ ആണ്. അതാണ് ഡി എഫ്. സോ ഈ ഡി എഫ് എന്ന് പറയുന്നത് ഈ ഡി എം കൊണ്ടുള്ള മാസ് ആണ്. ഈ ഡി എം കൊണ്ടുള്ള മാസ് ഫോഴ്സ് ആണ് ഈ ഡി എഫ്. അതിന്റെ വൈ കമ്പോണന്റ് എക്സ് കമ്പോണന്റും എടുക്കുന്നു. ആ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വൈ കമ്പോണൻസ് ക്യാൻസൽ ആയി പോകും. ഓപ്പോസിറ്റ്, റേഡിയൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡി എം കൊണ്ടുള്ള വൈ കമ്പോണന്റ് കൊണ്ട് ഈ ഡി എമ്മിന്റെ വൈ കമ്പോണന്റ് ക്യാൻസൽ ഔട്ട് ആയി പോകും. ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ഡി എഫ് കോസ് തീറ്റ ആഡ് ചെയ്യപ്പെടും, കാരണം ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോഴ്സിന്റെ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഈ സർക്കിളിന്റെ സെന്ററിലേക്ക് ആയിരിക്കും. നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഈ സർക്കിളിന്റെ സെന്ററിലേക്ക് ആയിരിക്കും. കാരണം ബാക്കി എല്ലാ കമ്പോണന്റും ക്യാൻസൽ ഔട്ട് ആയി പോവുകയും ഓൺലി സെന്ററിലേക്ക് ഈ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യാത്ത വാല്യൂസ്, മാറ്റമില്ലാത്ത വാല്യൂസ്, അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ടാത്ത വാല്യൂസ്, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂസ്, അതിന് നമുക്ക് ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാവുന്നതാണ്. കാരണം അതൊരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. 6 എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആണ്. അതിവിടെ വേരിയബിൾ അല്ല. റിങ്ങിന്റെ ഏത് പോയിന്റിൽ നിന്നും നമ്മളെ ഈ പി എന്ന പോയിന്റിലേക്കുള്ള ദൂരം സെയിം ആണ്. അപ്പൊ 6 മാറുന്നില്ല. അതൊരു പർട്ടിക്കുലർ ലെങ്ത് ആണ്. ജി എന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ആ വാല്യൂ മാറുന്നില്ല. ഡി എം എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയ ഒരു മാസ് ആണ്. പക്ഷെ ആ മാസിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓരോ മാസിന്റെയും ഈ കമ്പോണൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓരോ മാസും ആഡ് ചെയ്യേണ്ടതുണ്ട്. എം എന്ന് പറയുന്നത് ഇവിടെ വെച്ച മാസാണ്. അതൊരു ഫിക്സഡ് മാസാണ്. അത് മാറുന്നില്ല. ഈ ക്വസ്റ്റ്യനിൽ അതൊരു ഫിക്സഡ് മാസാണ്. അത് മാറുന്നില്ല. കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. ഈ കോണിന്റെ ഒരു ആംഗിൾ ആണ്. ഈ പോയിന്റും ഈ ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ആ ആംഗിൾ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. തീറ്റ എന്ന ആംഗിൾ മാറുന്നില്ല. അതുകൊണ്ട് കോസ് തീറ്റയും മാറില്ല. സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ട കമ്പോണന്റ് ഡി എം മാത്രമാണ്. ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ എഫ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു ഇങ്ങനെ നമ്മൾ എഴുതേണ്ടി വരും. ഈ രീതിയിൽ നമ്മൾ എഴുതേണ്ടി വരും. ഹലോ, Good morning. ഇങ്ങനെയാണ് എഴുതാം. സോ ഡി എമ്മിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ മൊത്തം ഡി എമ്മിനെ ആഡ് ചെയ്യുമ്പോൾ ഒരു റിങ്ങിന്റെ മൊത്തം മാസ് കിട്ടും.
റിങ്ങിന്റെ മൊത്തം മാസ് ക്യാപിറ്റൽ എം ആണ്. സോ ഓരോ ഡി എം ആഡ് ചെയ്യുമ്പോൾ റിങ്ങിന്റെ ഒരു മൊത്തം മാസ് കിട്ടും, അത് ക്യാപിറ്റൽ എം ആണ്. സോ ഇതാണ് ഇക്വേഷൻ gm/r² cos θ into m. ഇതൊന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാവുന്നതാണ്, നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോസ് തീറ്റയെയും r²നെയും നമ്മൾ ക്യാപിറ്റൽ ആറിന്റെയും ഈ ലെങ്തിന്റെയും ടേംസിലേക്ക് മാറ്റി എഴുതുന്നു. നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറയുന്നത് സമീപവശം, ദിസ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. സോ l/r. സോ ആ വാല്യൂ അവിടെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ F ഈക്വൽ ടു G ഇൻറ്റു സ്മോൾ m ബൈ r² ഇൻറ്റു l/r ഇൻറ്റു ക്യാപിറ്റൽ M. ഇങ്ങനെ കിട്ടും. സോ ആൻസർ ബിക്കം G ഇൻറ്റു സ്മോൾ m ബൈ r³ ഇൻറ്റു l ഇൻറ്റു ക്യാപിറ്റൽ M. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, r എന്ന് പറയുന്നത് r² എന്ന് പറയുന്നത് l² പ്ലസ് r² ആണ്. r² ഈക്വൽ ടു l² പ്ലസ് r² ആണ്. So the answer become G into small m d into capital M, capital M, capital L, capital M into r cube, l², 3/2. കാരണം എന്താ, r² എന്ന് പറയുന്നത് l² പ്ലസ് r² ആണ്. ഇവിടെ r³ ആണ്. r³ എന്ന് പറയുമ്പോൾ l² പ്ലസ് r² 3/2 വരും. റേഷ്യോ റേസ് ടു 3/2 വരും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ ഇക്വേഷൻ. G ഇൻറ്റു സ്മോൾ m l m ബൈ l² പ്ലസ് r² റേസ് ടു 3/2. ഇത് മാറ്റി എഴുതുകയാണെങ്കിൽ F ഈക്വൽ ടു G into ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇതാണ് F net. അവസാനം മൊത്തമായി ഈ റിംഗ് കൊണ്ടുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F കാണാനുള്ള ഇക്വേഷൻ GLM സ്മോൾ m ഡിവൈഡ് ബൈ l² പ്ലസ് r² റേസ് ടു 3/2 ആണ്. ഇത് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, നെറ്റ് ഫോഴ്സ്, ഈ റിംഗ് കൊണ്ടുണ്ടാകുന്ന നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.